കാർഷിക സേവന മേഖലകൾക്ക് പ്രാധാന്യം നൽകി വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 50,21 ലക്ഷം രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക സേവന മേഖലകൾക്ക് പ്രാധാന്യം നൽകിയാണ് വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത്. 50,21,70,773 രൂപ വരവും 49,93,28,500 രൂപ ചെലവും 28,42,273 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എൻ മോഹൻകുമാർ അവതരിപ്പിച്ചത്. അങ്ങനെ ആകെ വരവ് 50,21,70,773, ആകെ പ്രതീക്ഷിത ചിലവ് 49,93,28,500 രൂപയും നീക്കി ബാക്കിയായി പ്രതീക്ഷിക്കുന്നത് 28,42,273 രൂപയുമാണ് നമ്മൾ ഈ ബജറ്റിന്റെ സംഗ്രഹം എന്ന രൂപത്തിൽ. നെല്ലുൽപാദന മേഖലയ്ക്കായി 55 ലക്ഷം രൂപയും മറ്റ് കാർഷിക വിളകൾക്കായി 15.33 ലക്ഷവും വെറ്റില കൃഷി പ്രോത്സാഹനത്തിന് 5 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. കാട്ടുപന്നി ശല്യം ഒഴിവാക്കാനുള്ള പദ്ധതികൾക്ക് 10 ലക്ഷവും ക്ഷീര കർഷകർക്ക് പശു വളർത്തലിനായി 55 ലക്ഷവും കുട്ടഗ്രാമം പദ്ധതിക്ക് 10 ലക്ഷവും ലൈവ് ഭവന നിർമ്മാണ പദ്ധതിക്ക് 7.5 കോടി രൂപയും കുടിവെള്ള പദ്ധതിക്ക് 77 ലക്ഷം രൂപയും നീക്കിവെച്ചു. സമ്പൂർണ്ണ വെളിച്ചഗ്രാമം പദ്ധതിക്കായി 28 ലക്ഷവും ഭൂമിയുള്ള 2 അംഗനവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ 55 ലക്ഷം രൂപയും പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണത്തിനായി 12 ലക്ഷം രൂപയും ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട്. ശുചിത്വ മാലിന്യ പദ്ധതികൾക്കായി 22 ലക്ഷം രൂപയും വയോജനങ്ങളുടെ ക്ഷേമ പദ്ധതികൾക്കായി 40 ലക്ഷം രൂപയും നീക്കിവെച്ചു. വനിതകൾക്കും കുട്ടികൾക്കുമായി അമ്മയും കുഞ്ഞും പദ്ധതിക്ക് 30 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.